ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ലോജിക് ഗേറ്റ്സിന്റെ ലോകത്തേക്ക് ഡൈവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യകാലങ്ങളിൽ അവ നിർമ്മിക്കുവാൻ ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ് എന്നിവയാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇക്കാലത്ത് ഇതിനായി നമുക്ക് സിലിക്കോൺ ചിപ്സ് ലഭ്യമാണ്. വലിയ പാർട്ടുകളിൽ നിന്നും ചെറിയ സർക്യൂട്ടുകളിലേക്ക് കാര്യങ്ങൾ എങ്ങനെ മാറി എന്ന് നമുക്കിവിടെ പരിശോധിക്കാം. സൂപ്പർ എഫിഷ്യന്റ് ഡിജിറ്റൽ സർക്യൂട്ട് ഡിസൈനിനായി അവ എങ്ങനെ നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നു. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ: ഐസികൾ ഉപയോഗിച്ച് ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ നിർമ്മിക്കാൻ, സ്വിച്ചുകൾ, എൽഇഡികൾ എന്നിവ ഉപയോഗിച്ച് ആൻഡ് ഓർ നോട്ട് ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിളുകൾ പരിശോധിക്കാനും. ബേസിക് ലോജിക് ഗേറ്റുകൾ. ബേസിക് ലോജിക് ഗേറ്റുകളിൽ വേറിട്ടതും എന്നാൽ പരസ്പര പൂരകങ്ങളുമായ ലോജിക്കൽ ഫംഗ്ഷനുകൾ ഉള്ള ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ ഉൾക്കൊള്ളുന്നു. ആദ്യം നമുക്ക് ബേസിക് ലോജിക് ഗേറ്റുകളുടെ നിർമ്മാണത്തിനും പരിശോധനയ്ക്കും ആവശ്യമായ ടൂളുകളും മെറ്റീരിയലുകളും എന്തെല്ലാമെന്ന് നോക്കാം. നമുക്കിനി പറയുന്ന ടൂളുകൾ ആവശ്യമാണ്: റെഗുലേറ്റഡ് DC പവർ സപ്ലൈ 0 to 30 വോൾട്ട് 3 ആംപിയർ ഒരെണ്ണം, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരെണ്ണം, വയർ സ്ട്രിപ്പർ ഒരെണ്ണം, നോസ് പ്ലെയർ ഒരെണ്ണം. നമുക്കിനി പറയുന്ന മെറ്റീരിയലുകളും കോമ്പോണന്റുകളും ആവശ്യമാണ്: ബ്രെഡ്ബോർഡ് ഒരെണ്ണം, IC7408, IC7432, IC7404 ഓരോന്നും ഒന്ന് വീതം, മിനിയേച്ചർ ടോഗിൾ സ്വിച്ചുകൾ 2 എണ്ണം, ഹുക്കപ്പ് വയർ ആവശ്യമായത്, റെസിസ്റ്റർ 330 ഓം 1/4 വാട്ട് CR25 ഒരെണ്ണം, LED 5mm ഒരെണ്ണം, ഐസിക്കായുള്ള ഡാറ്റ ഷീറ്റ് ആവശ്യമായത്. IC7408 ഉപയോഗിച്ചുള്ള ആൻഡ് ഗേറ്റ് ലോജിക്കിന്റെ നിർമ്മാണത്തിന്റെയും പരിശോധനയുടെയും പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം നമുക്ക് ആൻഡ് ഗേറ്റ് റിവ്യൂ ചെയ്യാം. ആൻഡ് ഗേറ്റിന് 2 അതിൽ കൂടുതലോ ഇൻപുട്ടുകൾ ഉണ്ടാകാമെങ്കിലും ഔട്ട്പുട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. ഉയർന്ന ഔട്ട്പുട്ട് ലഭിക്കാനായി എല്ലാ ഇൻപുട്ട് സിഗ്നലുകളും ഉയർന്നതായി നിലനിർത്തണം. ഇൻപുട്ടിൽ ഒന്നെങ്കിലും ലോ ആയാൽ ഔട്ട്പുട്ട് ലോ ആകും. ഒന്നാമതായി, ആവശ്യമായ കോമ്പോണന്റുകൾ ശേഖരിക്കുക. അവ നന്നായി പ്രവർത്തിക്കുന്ന നിലയിലാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. ഇതിൽ നിങ്ങളുടെ 7408 IC, ബ്രെഡ് ബോർഡ്, പവർ സപ്ലൈ, ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്ററുകൾ, LED എന്നിവ ഉൾപ്പെടുന്നു. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ് ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. ആക്യുറസിക്കായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. സേഫ്റ്റി ടിപ്പ്: IC ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. നിങ്ങൾ പിന്നുകൾ ബ്രെഡ് ബോർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവ വളഞ്ഞു പോകാതിരിക്കാൻ ഇത് സഹായിക്കും. DC പവർ സപ്ലൈ +5 വോൾട്ടായി സെറ്റ് ചെയ്യുക. പവർ സപ്ലൈയിൽ നിന്ന് ബ്രെഡ് ബോർഡിലേക്ക് ലിങ്കിംഗ് വയറുകൾ കണക്ട് ചെയ്യുക. അടുത്തതായി, ICയുടെ 14ാമത്തെ പിൻ +5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ VCC ICയുടെ ലൈഫ് ബ്ലഡ്. തുടർന്ന് പിൻ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ കണക്ഷനുകൾ ആവശ്യമായ പവർ നൽകുന്നതിനും സർക്യൂട്ടിനായി കോമൺ റഫറൻസ് സ്ഥാപിക്കുന്നതിനും അത്യാവശ്യമാണ്. 2 സ്വിച്ചുകളുടെയും കോമൺ ടെർമിനലിലേക്ക് പവർ അപ്ലൈ ചെയ്യുക. ടോഗിൾ സ്വിച്ച് 1ന്റെ ഔട്ട്പുട്ട് ടെർമിനൽ 1ലേക്ക് ICയുടെ ഫസ്റ്റ് പിൻ കണക്ട് ചെയ്യുക. ടോഗിൾ സ്വിച്ച് 2ന്റെ ഔട്ട്പുട്ട് ടെർമിനൽ 2ലേക്ക് ICയുടെ 2ാമത്തെ പിൻ കണക്ട് ചെയ്യുക. പവർ അപ്പ് ചെയ്യുന്നതിന് മുൻപ് അസംബിൾ ചെയ്ത നിങ്ങളുടെ ഗേറ്റ് സർക്യൂട്ട് ചെക്ക് ചെയ്യുക. ICയെ തകരാറിലാക്കുകയോ അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ ഫംഗ്ഷനബിലിറ്റിയെ ബാധിക്കുകയോ ചെയ്യുന്ന എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടുകൾ അല്ലെങ്കിൽ തെറ്റായ കണക്ഷനുകൾ ഉണ്ടെങ്കിൽ അവ ഒഴിവാക്കുന്നതിന് ഇത് നിർണായകമാകുന്നു. ICയുടെ ഔട്ട്പുട്ട് പിൻ 3നോട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുക. ഇത് LEDയിലേക്കുള്ള കറന്റ് കുറയ്ക്കുന്നു. ഇതുമൂലം കത്തിപ്പോകാനുള്ള സാധ്യതയിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി LEDയുടെ ആനോഡ് റെസിസ്റ്ററിന്റെ ഫ്രീ എൻഡുമായി കണക്ട് ചെയ്യുക. അതിനുശേഷം കാഥോഡ് ഗ്രൗണ്ടുമായും കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വ്യക്തമായി കാണാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. സ്വിച്ചുകൾ S1, S2 എന്നിവ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ടെസ്റ്റ് ആരംഭിക്കുക. ഇത് 00 കോമ്പിനേഷൻ സൂചിപ്പിക്കുന്നു. ഈ 00 കോമ്പിനേഷനു വേണ്ടി LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സ്വിച്ചുകൾ 01 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സ്വിച്ചുകൾ 10 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല. LED പ്രകാശിക്കുന്നില്ല. അവസാനം ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ 11 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക.
ഇപ്പോൾ ഔട്ട്പുട്ടിൽ LED പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാം. IC 7432 ഉപയോഗിച്ച് OR ഗേറ്റ് ലോജിക്കിന്റെ നിർമ്മാണവും പരിശോധനയും. പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുൻപ് OR ഗേറ്റ് റിവ്യൂ ചെയ്യാം. OR ഗേറ്റിന് രണ്ടോ അതിലധികമോ ഇൻപുട്ടുകൾ ഉണ്ടാകാമെങ്കിലും ഔട്ട്പുട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നോ അതിലധികമോ ഇൻപുട്ടുകൾ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഒരു സ്റ്റേറ്റിലായിരിക്കും. എല്ലാ ഇൻപുട്ടുകളും 0 സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 0 സ്റ്റേറ്റിലേക്ക് പോവുകയുള്ളൂ. തുല്യമായി ഒരു OR ഗേറ്റ് രണ്ട് ബൈനറി ഡിജിറ്റുകൾക്കിടയിൽ മാക്സിമം കണ്ടെത്തുന്നു. ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും ശേഖരിക്കുക. അവ നന്നായി പ്രവർത്തിക്കുന്ന നിലയിലാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. ഇതിൽ നിങ്ങളുടെ 7432 IC, ബ്രെഡ്ബോർഡ്, പവർ സപ്ലൈ, ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്ററുകൾ, LED എന്നിവ ഉൾപ്പെടുന്നു. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ്ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. ആക്യുറസിക്കായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. പവർ സപ്ലൈയിൽ നിന്ന് ബ്രെഡ്ബോർഡിലേക്ക് ലിങ്ക് വയറുകൾ കണക്ട് ചെയ്യുക. അടുത്തതായി ICയുടെ 14ാമത്തെ പിൻ പ്ലസ് 5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് പിൻ 7മായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. കോമൺ റഫറൻസ് സ്ഥാപിക്കുന്നതിനും ഇത് പ്രധാനമാണ്. ടോഗിൾ സ്വിച്ചുകൾ രണ്ടിന്റെയും ടെർമിനലുകൾ പവർ, സോഴ്സ്, ഗ്രൗണ്ട് എന്നിവയുമായി കണക്ട് ചെയ്യുക. തുടർന്ന് ടോഗിൾ സ്വിച്ചുകൾ S1 പിൻ 1ലേക്ക്, S2 എന്നിവ പിൻ 2ലേക്ക് കണക്ട് ചെയ്യുക. ഒരു റെസിസ്റ്റർ ICയുടെ ഔട്ട്പുട്ട് പിൻ 3മായി കണക്ട് ചെയ്യുക. ഇത് LEDയിലേക്കുള്ള കറന്റ് കുറച്ചുകൊണ്ട് ഇത് കത്തിപ്പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി LEDയുടെ ആനോഡ് റെസിസ്റ്ററിന്റെ ഫ്രീ എൻഡിനോടും കാഥോഡ് ഗ്രൗണ്ടിനോടും കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ OR ഗേറ്റിന്റെ ഔട്ട്പുട്ട് വ്യക്തമായി കാണാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. ടോഗിൾ സ്വിച്ചുകൾ S1, S2 എന്നിവ താഴ്ന്ന അവസ്ഥയിലാണോ എന്ന് പരിശോധിക്കുക. ഈ 00 കോമ്പിനേഷൻ സ്വിച്ചുകൾ കോമ്പിനേഷനു വേണ്ടി LED പരിശോധിക്കുക. അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സ്വിച്ചുകൾ 01 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. LED പരിശോധിക്കുക. ഇപ്പോൾ ഔട്ട്പുട്ട് LED പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും ഇൻപുട്ട് 1 ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ OR ഗേറ്റ് 1 ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കുമെന്ന് നമുക്കറിയാം. ഇപ്പോൾ സ്വിച്ചുകൾ 10 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ മാറ്റമൊന്നുമില്ല. LED പ്രകാശിക്കുന്നു. അവസാനം സ്വിച്ചുകൾ 11 കോമ്പിനേഷനിലേക്ക് ടോഗിൾ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് അവസ്ഥയിൽ മാറ്റമൊന്നുമില്ല. LED പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് കാണാം. IC 7404 ഉപയോഗിച്ച് നോട്ട് ഗേറ്റ് ലോജിക്കിന്റെ നിർമ്മാണവും പരിശോധനയും. പ്രൊസീജിയറിലേക്ക് പോകുന്നതിന് മുൻപ് നോട്ട് ഗേറ്റ് റിവ്യൂ ചെയ്യാം. നോട്ട് ഗേറ്റ് ഒരു ബൈനറി സിഗ്നൽ ഇൻപുട്ടിന്റെ ലോജിക് സ്റ്റേജ് വിപരീത ദിശയിലാക്കുന്നു. ഇത് മാത്തമാറ്റിക്കൽ ലോജിക്കിലെ ലോജിക്കൽ നെഗേഷൻ ഓപ്പറേറ്ററിന് തുല്യമായിരിക്കും. ഇതിനൊരു ഇൻപുട്ട് ഉള്ളതിനാൽ ഇതൊരു യൂനറി ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലളിതമായ തരത്തിലുള്ള ട്രൂത്ത് ടേബിളാണ് ഇതിനുള്ളത്. ആവശ്യമായ എല്ലാ കോമ്പോണന്റുകളും ശേഖരിക്കുക. അവ നന്നായി പ്രവർത്തിക്കുന്ന നിലയിലാണെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുക. ഇതിൽ നിങ്ങളുടെ 7404 IC, ബ്രെഡ്ബോർഡ്, പവർ സപ്ലൈ, ടോഗിൾ സ്വിച്ചുകൾ, റെസിസ്റ്ററുകൾ, LED എന്നിവ ഉൾപ്പെടുന്നു. റെസിസ്റ്റർ, LED എന്നിവ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഉറപ്പാക്കുക. എല്ലാം ലഭ്യമായി കഴിഞ്ഞാൽ 14 പിൻ IC ബ്രെഡ്ബോർഡിൽ നന്നായി ഫിക്സ് ചെയ്യുക. ആക്യുറസിക്കായി നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം പരിശോധിക്കാവുന്നതാണ്. പവർ സപ്ലൈയിൽ നിന്ന് ബ്രെഡ്ബോർഡിലേക്ക് ലിങ്കിംഗ് വയറുകൾ കണക്ട് ചെയ്യുക. അടുത്തതായി ICയുടെ 14ാമത്തെ പിൻ പ്ലസ് 5 വോൾട്ട് പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുക. തുടർന്ന് പിൻ 7 ഗ്രൗണ്ടുമായി കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ കണക്ഷനുകൾ ആവശ്യമായ പവർ നൽകുന്നതിനും സർക്യൂട്ടിനായി ഒരു കോമൺ റഫറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനും അത്യാവശ്യമാണ്. നിങ്ങളുടെ ടോഗിൾ സ്വിച്ച് രണ്ടിന്റെയും ടെർമിനലുകൾ പവർ സോഴ്സ്, ഗ്രൗണ്ട്സ് എന്നിവയുമായി കണക്ട് ചെയ്യുക. S1 ഇൻപുട്ട് പിൻ 1ലേക്ക് കണക്ട് ചെയ്യുക. ഒരു റെസിസ്റ്റർ ICയുടെ ഔട്ട്പുട്ട് പിൻ 2മായി കണക്ട് ചെയ്യുക. ഇത് LEDയിലേക്കുള്ള കറന്റ് കുറച്ചുകൊണ്ട് അത് കത്തിപ്പോകുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇനി LEDയുടെ ആനോഡ് റെസിസ്റ്ററിന്റെ ഫ്രീ എൻഡിനോടും കാഥോഡ് ഗ്രൗണ്ടിനോടും കണക്ട് ചെയ്യുക. ഇത് നമ്മുടെ നോട്ട് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വ്യക്തമായി കാണാൻ നമ്മെ സഹായിക്കുന്നു. എല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം 5 വോൾട്ട് DC സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുക. ടോഗിൾ സ്വിച്ച് S1 താഴ്ന്ന അവസ്ഥയിൽ, അതായത് 1ലാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് 0 ആയി മാറുന്നു. അതിന്റെ അർത്ഥം LED പ്രകാശിക്കുന്നു എന്നാണ്.
ടോഗിൾ സ്വിച്ച് S1 ഉയർന്ന അവസ്ഥയിൽ, അതായത് 0-യിലാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് 1 ആയി മാറുന്നു. അതിന്റെ അർത്ഥം LED പ്രകാശിക്കുന്നില്ല എന്നാണ്. ഇവിടെ ഈ സെഷൻ അവസാനിക്കുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിച്ചത് ഐസികൾ ഉപയോഗിച്ച് ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ നിർമ്മിക്കൽ, സ്വിച്ചുകൾ, LED-കൾ എന്നിവ ഉപയോഗിച്ച് ആൻഡ് ഓർ നോട്ട് ഗേറ്റുകളുടെ ട്രൂത്ത് ടേബിളുകൾ പരിശോധിക്കൽ. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.